നമസ്കാരം. ബാബു. ഇങ്ങനെ വിഷയത്തിലൊരു സംസാരം ഉണ്ടാകുമ്പോൾ അതിന് എന്തുകൊണ്ടും യോജിച്ച ഒരു വ്യക്തിയാണ് ലോക്നാഥ് ബെഹ്റ സർ. അദ്ദേഹം കൈകാര്യം ചെയ്തതുപോലെ വളരെ പല മേഖലകളിലുള്ള ക്രൈമുകൾ അഡ്രസ്സ് ചെയ്തിട്ടുള്ള മറ്റൊരാൾ ഇവിടെ ഇല്ല. അദ്ദേഹം കേരള കേഡറിലുണ്ടായിരുന്നു. പുറമെ NIA ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ ഒരുപാട് കേസുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളെ അതിഥിയായി കിട്ടിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. അധികം ആമുഖങ്ങളില്ലാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഓക്കെ സർ, എവിടെ ഒരു ക്രൈം നടന്നാലും മലയാളത്തിൽ പോകുന്നതായിരിക്കും സാർ. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. മലയാളത്തിൽ മിക്സ് ചെയ്ത് പോവാം. ഓക്കെ. അപ്പോൾ വേണ്ടപ്പോൾ ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാം. എല്ലാവർക്കും മലയാളമാണ് ഇഷ്ടമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ എവിടെ ഒരു ക്രൈം നടന്നാലും സാധാരണഗതിക്ക് ആദ്യം ഉണ്ടാകുന്ന കാഷ്വാലിറ്റി എന്ന് പറയുന്നത് സത്യമാണ്. ട്രൂത്ത് വിൽ ബി ഗോയിങ് അണ്ടർ ദ റാപ്സ്. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ സത്യം ഒഴിച്ച് ബാക്കി എല്ലാം സാറിൻ്റെ കൺമുട്ടത്തുണ്ടാവും. ഒരുപാട് ക്ലട്ടറായിരിക്കും, ഒരുപാട് ഫോൾസ് ക്ലെയിമുകളുടെ, മിസ്ഇൻഫർമേഷനുകളുടെ ഒരു ക്ലട്ടറായിരിക്കും. ഹൗ ഡു യു മാനേജ് ടു കട്ട് ദാറ്റ് ക്ലട്ടർ? ആക്ച്വലി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചില സമയത്ത് സത്യം അതിലൊരു വിക്ടിമാവും. കാരണം അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ടോ. കാരണം ആൾക്കാർ സപ്പോസ് ഒരു ഒരു കൊലപാതകം ഉണ്ടായി. ഞാൻ എറണാകുളം കമ്മീഷണറായ സമയത്ത് ഒരു വീട്ടിലെ ഒരു കൊലപാതകം നടത്തി. അപ്പോൾ അവരുടെ ആക്ച്വലി ഫാമിലി ആൾക്കാരുടെ പ്രധാന കാര്യമാണോ എത്ര പെട്ടെന്ന് പ്രതിയെ കണ്ടുപിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ ആരാ ചെയ്തിട്ടുണ്ടോ അത് ഞങ്ങളുടെ കയ്യിൽ ഒരു മാജിക് വാണ്ടില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരു ചെയ്ത ശേഷം പിന്നെ ആളുടെ പുറത്തെ ആക്ച്വലി ആൾ മുഖം വരും, അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് ഭയങ്കര പ്രഷർ കൂടിയ ശേഷം ചില സമയത്തെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് തെറ്റ് ഡയറക്ഷൻ വരും. അപ്പോൾ അതുകൊണ്ട് സത്യം ഒരു ആക്ച്വലി കാഷ്വാലിറ്റി ആയിട്ട് ഇതാണ് ഒരുപാട് കേസില്ലേ. ഞാൻ CBIയിലുള്ള സമയത്തെ, കേരള പോലീസിലുള്ള സമയത്തെ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ, ഇതാണ് ഒരു സത്യമാണ്. പക്ഷേ വൺ ഗുഡ് ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് ടു ഫോക്കസ്. ചില സമയത്ത് ഞാൻ നിങ്ങളോട് പറയാം, ഞങ്ങൾ എന്താ പറയുക, ഒരു ഡിസെപ്ഷൻ മെത്തേഡ് ഉപയോഗിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു ആളെ പ്രതിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് CBIയിലെ ഒരു കേസിൽ, അപ്പോൾ അവർക്ക് ആക്ച്വലി എനിക്ക് കിട്ടിയില്ല. 1 മാസമായി 2 മാസമായി വലിയ പ്രഷറാണോ. അപ്പോൾ ഇയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡ് കോർണർ നോട്ടീസ് ഇഷ്യൂ ചെയ്തു, ലുക്ക് ഔട്ട് ചെയ്തു, പല ആൾക്കാർക്ക് പല സ്ഥലങ്ങളിലേക്ക് വിട്ടു, എല്ലാ ടെലിഫോൺ ട്രാക്കിംഗ് എല്ലാം ചെയ്ത ശേഷം ഒന്നും കിട്ടിയില്ല. അതിനുശേഷം എൻ്റെ ഇൻസ്പെക്ടർ വന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾ വേറെ ഒരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? ഞങ്ങൾ മീഡിയയിൽ ഒരു സ്റ്റോറി പ്ലാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, എന്താ സ്റ്റോറിയാ? അപ്പോൾ പറഞ്ഞു, പ്രതിയെ ഞങ്ങൾ കണ്ടുപിടിച്ചു, പ്രതിയെ അറസ്റ്റിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനുശേഷം എന്താവും? അപ്പോൾ ഇപ്പോൾ ഒളിവിലുള്ള പ്രതി പുറത്തേ വരും, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യും, ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കും, അതിനുശേഷം നമുക്ക് പിടിക്കാം. അത് ചെയ്തു, അയാൾ പിടിച്ചു. ചില സമയത്ത് ഈ ഒരു മെത്തേഡാണോ ആക്ച്വലി പറഞ്ഞ കാര്യം എനിക്ക് തെറ്റിദ്ധരിക്കണ്ട. ഇൻവെസ്റ്റിഗേഷണൽ മെത്തേഡ്സ് ഡിഫർ ഫ്രം കേസ് ടു കേസ്. അപ്പോൾ ഒരു ടെററിസ്റ്റ്ക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തഡോളജി വേറെ ഒരു ആൾക്കാർ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കില്ല. കാരണം ആ ആൾ പ്രത്യേക രീതിയിൽ ടെക്നോളജിക്ക് ഉപയോഗിച്ചിട്ട് ഏത് രീതിയിൽ ഡിസെപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അനോണിമിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷെ അതിനെ ഓവർ ബോർഡ് ആക്കിയിട്ട് യു ഹാവ് ടു ഗോ ഓവർ ദാറ്റ് ടു ഫൈൻഡ് ഔട്ട്. ഫോർ ദാറ്റ് യു ക്യാൻ യൂസ് വേരിയസ് മെത്തഡോളജി. അത് കുറച്ച് സമയത്ത് നിങ്ങൾ പറയുമ്പോൾ അത് ചിലപ്പോൾ ഇല്ലീഗൽ ആണോ മറ്റേ കാര്യങ്ങൾ. പക്ഷെ ലോയിൽ അത് പറഞ്ഞിട്ടില്ല. എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടോ അത് കോടതി ചോദിക്കില്ല. കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ല അതാണ് കോടതി ചോദിക്കും. അതാണ് ആക്ച്വലി ഇപ്പോഴത്തെ ഞങ്ങൾക്ക് കണ്ടുപരിചയമുള്ള കുറ്റാന്വേഷണം എന്ന് പറഞ്ഞാൽ ജോസഫ് സിനിമയുടെ തുടക്കത്തിൽ ഇയാൾ വരുന്നു, അവിടെ ഇവിടെയൊക്കെ നോക്കുന്നു, ഒരു തെളിവ് കണ്ടുപിടിക്കുന്നു, അതിൽ പിടിച്ചുപോയി അടുത്തേക്ക് പോകുന്നു, വളരെ എളുപ്പത്തിൽ കുറ്റം കണ്ടുപിടിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു ക്രൈം സീനിൽ പോയി കഴിഞ്ഞാൽ ഇസ് ഇറ്റ് ദാറ്റ് ഈസി ടു ഫൈൻഡ് some clue and find the victim, find the suspect that easy? അത്ര എളുപ്പമാണോ? ഇല്ല, അത്ര ഈസി അല്ല. നമ്മുടെ സിനിമയിൽ കുറച്ച് കാണുന്നുണ്ടോ, നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ടോ? ചില സിനിമകൾ എസ്പെഷ്യലി കേരള സിനിമ ആർ മച്ച് ബെറ്റർ. അപ്പോൾ അതിലെ ചില ആൾക്കാരെ കാണും, നമ്മുടെ ഈ ത്രില്ലേഴ്സ് ഓർ ക്രൈം ത്രില്ലേഴ്സ് എടുക്കുന്ന ആൾക്കാർ ചില സമയത്ത് നമ്മുടെ ആയിട്ട് സംസാരിക്കും. സാധാരണ ഞാൻ പേര് പറയുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്തെ ഈ 2-3 വർഷത്തിന് മുമ്പ് ഉള്ള 8 ബെസ്റ്റ് ക്രൈം
സിനിമകളുടെ സംവിധായകകൾ എന്നെയായിട്ട് സംസാരിച്ചു. ഇത് കറക്റ്റ് ആണോ, ഇത് ഇങ്ങനെ ചെയ്യാറുണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു റിയാലിറ്റി അവർ കൊണ്ടുവരും. പക്ഷേ പൊല്ലസ്ത സിനിമയിൽ കുറച്ചുകൂടി ഒരു ഇമാജിനറി കാര്യങ്ങൾ വരും. പക്ഷെ നിങ്ങൾ പറഞ്ഞ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ ഒരു ആർട്ടാണ്. ഒരു ക്രൈം സീനിൽ പോയി എന്തൊക്കെ കിട്ടിയ ശേഷം ഒരു ധാരണ ഉണ്ടാക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തായിരുന്നു UP-യിലെ CBI-യിലുള്ള സമയത്തെ. അത് മധുമുത്ത സിക്ല മർഡർ കേസ്. അത് ഭയങ്കര ആക്ച്വലി സാധാരണ കാരണം ആ മർഡർ കേസ് ബേസ് ചെയ്തിട്ട് 11 ഫിലിം ഉണ്ടായിട്ടുണ്ടോ, ഇൻക്ലൂഡിങ് ഹിന്ദി ഫിലിം. അപ്പോൾ അതൊരു ഭയങ്കര ആക്ച്വലി ഒരു കേസാണോ, അതിലെ ഒരു ഗ്ലാമറസ് കേസാണോ ആ കേസിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഈ മർഡറുടെ കുറച്ച് ദിവസം കരഞ്ഞിട്ട് മാത്രം 3 മാസം കരഞ്ഞിട്ട് മാത്രം കേസ് നമുക്ക് വന്നു, ഞാൻ CBI-യിലുള്ള സമയത്തെ. പക്ഷേ ആ ക്രൈം സീൻക്ക് ഒന്നുകൂടി ഞങ്ങൾ പോയി. ആ ക്രൈം സീൻക്ക് UP പോലീസ് കംപ്ലീറ്റ് പരിശോധിച്ചിട്ട് എല്ലാ ക്ലൂ എല്ലാം അവർ എടുത്തായിരുന്നു. ഞാൻ എൻ്റെ ടീം ഫോറൻസിക് സയൻറ്റിസ്റ്റ് എൻ്റെ ടീമിക്ക് പറഞ്ഞു ഒന്നുകൂടി മോനെ നോക്കണം. അപ്പോൾ നോക്കിയ ശേഷം ഒരു ചെറിയ അൽമീരയിലെ അങ്ങളുടെ ആ വിക്ടിമിയുടെ അണ്ടർവെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് സീസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സീസ് ചെയ്തിട്ട് അവർ DNA ലാബോറട്ടറിക്ക് അയച്ചു. അപ്പോൾ DNA ലാബോറട്ടറിയിലെ ഞങ്ങൾ അവരുടെ DNA, പ്രതിയുടെ DNA, ദാറ്റ് മീൻസ് അമർമണി ത്രിപാഠി ആളെ ഒരു മിനിസ്റ്റർ ആയിരുന്നു, അങ്ങരുടെ DNA കണ്ടു. അതാണ് ഇങ്ങോട്ട് അവിടെ നിന്നും ഞങ്ങൾ പ്രൊസീഡ് ചെയ്തു. അതൊരു കൺഫർമേഷൻ, നമുക്ക് ഒരു സംശയം മാത്രം ഉണ്ടായിരുന്നു. സംശയത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു ആളെ അറസ്റ്റ് ചെയ്യാൻ വലിയ ഡിഫിക്കൽട്ട് കാര്യമാണ്. പക്ഷേ തെളിവുള്ള സമയത്തെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അറസ്റ്റ് ചെയ്താലേ അപ്പോൾ കോടതി ചോദിച്ചു നിങ്ങളുടെ DNA അതിൽ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും, നിങ്ങളുടെ അതിലൊരു റിലേഷൻ ഉണ്ടായിരുന്നു. അതാണ് ആക്ച്വലി ക്രൈം സീനിന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പം പല കേസുകളിലും കേസ് അന്വേഷണത്തെ ഡീറെയിൽ ചെയ്യുന്നതും പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് സെൻസേഷനലിസ്റ്റത്തെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ മീഡിയക്കാരാണ്. പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യും, ചിലപ്പോൾ കേസിനകത്ത് ഹാമ്പർ ചെയ്യാറുണ്ട്. അപ്പോൾ സാറിൻ്റെ കരിയറിൽ എപ്പോഴെങ്കിലും മീഡിയയുടെ ഇൻ്റർവെൻഷൻ കൊണ്ട് ഒരു കേസ് എളുപ്പത്തിൽ സോൾവ് ആയ കേസുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ഡീറെയിൽ ആയിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? രണ്ടു കാര്യമുണ്ട് ഇതിൽ. ഒന്നാമത്തെ കാര്യം നമ്മുടെ ആക്ച്വലി മിസ്ലീഡ് ചെയ്യാൻ ഒരു കാര്യം. പല കേസുകളിലെ മീഡിയ പറഞ്ഞ കുറച്ചുകൂടെ മീഡിയയുടെ ലൈനിലെ ഞങ്ങൾ പോവാതെ നിങ്ങൾ ചെറുതായിട്ട് ഒരു ബറി ട്രാക്ക് മാറി പേര് പോവും, എവിടെയെങ്കിലും പോവും. ചില സമയത്ത് മീഡിയയുടെ ആക്ച്വലി നിർദ്ദേശങ്ങൾ പിന്നെ അവരുടെ ഇൻവെസ്റ്റിഗേറ്റീവ് സജഷൻസുകൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേസിൻ്റെ പറയുന്നില്ല, ഒരു മർഡർ കേസിൽ ഞങ്ങൾ പിന്നെ ഒരു കേസിൽ മീഡിയ എല്ലാ സമയത്തും എടുത്തു ഇതാണ് പ്രതി, ഇതൊക്കെയാണ് അവിടെ തന്നെ പോയിട്ട് ഓട്ടോമാറ്റിക്കലി ആ ഇൻസ്പെക്ടർ പോയിട്ട് ഇയാളെ പൊക്കിക്കൊണ്ടുപോകുന്നു. അപ്പോൾ പൊക്കിക്കൊണ്ടുവന്ന ശേഷം പിന്നെ ഞങ്ങൾ നോക്കിയ ബാക്ക് ട്രാക്ക് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ ഒരു തെളിവൊന്നുമില്ല. അപ്പോൾ അത് തെറ്റായി. പിന്നെ മീഡിയ ഭയങ്കരമായിട്ട് വിമർശിച്ചു. സെയിം മീഡിയ again they went against us saying that you wrongly arrested the person. But whereas ഞാൻ വേറെ ഒരു കാര്യത്തിൽ പറയാം, ഞാനൊരു പഞ്ചാബിലെ ഒരു ടെററിസ്റ്റ് കേസ് അന്വേഷിക്കാൻ സമയത്ത് മീഡിയയുടെ ഒരു ആക്ച്വലി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര ഫേമസ് കേസാണ് ബയാൻ സിംഗ് മർഡർ കേസ്. ബയാൻ സിംഗ് പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. മീഡിയ അതിലെ എടുത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പറഞ്ഞു whether there was a bomb inside the car. If there was a bomb, what was the weight of that particular bomb? And whether that is possible to blast this. ഇതാണ് ഇങ്ങനെ ഒരു കൺജക്ചറൽ റൈറ്റിംഗ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നു. അത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിക്ക് ഏതോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊന്ന് ഫോറൻസിക്കലി എക്സാമിൻ ചെയ്യണം. ഇതുവരെ ഞാൻ ആർട്ട് ഫോറൻസിക് ടീം എന്തൊക്കെ ബ്യൂട്ടിഫുൾ രീതിയിലെ not only they proved that where the bomb was and how many kilos of explosives were used. ഞങ്ങൾ പ്രതിക്ക് കണ്ടുപിടിക്കാൻ ശേഷം ഇയാൾ തന്നെ പറഞ്ഞു ഇത്ര കിലോ ഞാൻ RDX വാങ്ങിച്ചായിരുന്നു. അതുകൊണ്ട് രണ്ടു സൈഡ് ഉണ്ടോ. പക്ഷേ ചില സമയത്ത് മീഡിയ ഓവർബോർഡിലേക്ക് അപ്പോൾ കാരണം മീഡിയ ചിലപ്പോൾ ഒരു സൊസൈറ്റൽ പ്രഷർ ഓർ സംതിങ് ചിലപ്പോൾ എങ്ങനെ ആയിരിക്കും. ഐ എം നോട്ട് ഗിവിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ക്രെഡിറ്റ് ഫോർ ദാറ്റ്, ബട്ട് ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ മീഡിയയുടെ കാര്യം പറഞ്ഞു. അടുത്തൊരു യൂഷ്വൽ പ്രഷറൈസിങ് പോയിന്റ് ഇസ് പൊളിറ്റിക്സ്, അല്ലെ? പൊളിറ്റിക്കൽ ലീഡേഴ്സ് പലപ്പോഴും പ്രഷറൈസ് ചെയ്യാറുണ്ട്. ഐ വിൽ കട്ട് ദ ചേസ് ആൻഡ് ആസ്ക് യു സംതിങ് സ്പെസിഫിക്. ഇപ്പം 2008 ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം യു വർ എമംഗ് ദ 3-man squad which was sent to US to investigate
Coleman Headley. I think the rest two were Shahid Fareed Shapu sir and Soham Prakash Pani sir. സാറ് നിങ്ങൾ 3 പേരും കൂടെ പോയിട്ടാണ് ഹെഡ്ലിയെ ചോദ്യം ചെയ്തത്. അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും പിന്നീട് റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങൾക്കും ഇടയിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പ്രഷറായിട്ട് താങ്ങേണ്ടി വന്നിട്ടുണ്ടോ, അതിനെ അതിജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞങ്ങൾ എടുത്ത ആക്ച്വലി ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡഡ് ആണ്. കാരണം അതുകൊണ്ട് നമുക്ക് അതിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ബോർബാട്ടിയും ഞങ്ങൾ അതിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇൻറ്ററോഗേഷൻ റിപ്പോർട്ട് നിങ്ങൾ അത് വെബിലുണ്ടോ, നിങ്ങൾ കണ്ടു കാണും. 100 odd pages. If you go to the internet, you can get the interrogation report of James Coleman Headley. It is like better than a Frederick Forsyth novel. പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനുശേഷം ചില കാര്യങ്ങൾ അങ്കർ പറഞ്ഞ കാര്യങ്ങൾ ചെറിയ കോൺട്രവേഴ്സി ആയി പോയി. അതിലെന്താണ് ഇപ്പോൾ ചില ഈ ആൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് പറയൂല. അപ്പോൾ കാരണം മറ്റേ കുറച്ച് കാര്യങ്ങൾ ഇതുവരെ ജുഡീഷ്യൽ കോടതി ഇതുവരെ ഡിസ്പോസ് ചെയ്ത ഇല്ലാതെ കൊണ്ടോ അക്ഷർധാം മർഡർ പിന്നെ ഇസ്രത് ജഹാൻ കുറച്ച് കേസുകളിലെ അങ്കറുടെ കാര്യങ്ങൾ ചെറുത് കോൺട്രവേഴ്സിയൽ ആയി. പക്ഷെ ഞങ്ങൾ ആക്ച്വലി ആ റിപ്പോർട്ട് ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. വി സ്റ്റൂഡ് ബൈ ദാറ്റ്. There was also a court observation against us for that. അങ്ങനെ പറയാം. പക്ഷെ ഞങ്ങളൊക്കെ കോടതിയിൽ പോയി ഞാൻ പിന്നെ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കോടതി അത് വിഡ്രോ ചെയ്തു. അപ്പോൾ ആ സമയത്ത് പൊളിറ്റിക്കൽ പ്രഷർ ഈ കേസുകളിൽ ഉണ്ടാക്കാൻ സാധാരണയില്ല. കാരണം ഞാൻ ഒരുപാട് കേസ് അന്വേഷിച്ചിട്ടുണ്ടോ. ഈ നാഷണൽ സെക്യൂരിറ്റി മാറ്ററിലെ 99.9% ഈ ഇന്റർഫറൻസ് കാണില്ല. ചിലപ്പോൾ ഈ ചെറിയ കേസുകളിൽ ഒരു റിലേറ്റീവ് ആരെ പിടിച്ചു, അവരുടെ കണക്ഷൻസ് ഉണ്ടോ, 2 ഫോൺ കോൾ വരും. അപ്പോൾ ഈ കാര്യങ്ങൾ ആക്ച്വലി വരാറുണ്ട്, അതിലൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ വന്ന ശേഷം ആ ധൈര്യ സഹിതം വിത്ത് ലോട്ട് ഓഫ് എ കൺവിക്ഷൻ ദി ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് ടു ടെൽ ഇതാ ശരിയാണോ, ഞങ്ങൾ ഇങ്ങനെ തെളിവുണ്ടല്ലോ, അത് ഞങ്ങൾ ഈ തെളിവൊക്കെ ഇങ്ങനെ ഇതാക്കാൻ പറ്റുമോ. ദാറ്റ് ഇറ്റ് ഈസ് ഓഫ് ഇഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഫെയിൽസ് then there's a problem. ഈ പോലീസുകാർക്ക്, ഈ കാക്കി അടിയുന്നവർക്ക് പൊതുവെയുള്ളൊരു ദുര്യോഗം, അവരുടെ കോൺഷ്യൻസ് തന്നെയാണ് അവർക്ക് ഏറ്റവും ഹോണ്ടിങ് ആയിട്ട് പിന്നുണ്ടാവുക. അതായത് ഒരു കുറ്റം അന്വേഷിക്കുന്നു, പ്രഷർ വരുന്നു, ദെൻ യു യൂഷ്വലി സംടൈംസ് end up in using negative reinforcement. Sometimes you have to get a suspect to talk. Sometimes, very rarely, mostly you use a scientific method, but very rarely you end up using a negative reinforcement to a suspect. പക്ഷെ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സസ്പെക്റ്റിനെതിരെ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കേണ്ടി വന്ന കേസിൽ അയാൾ നിരപരാധിയാണെന്ന് പിന്നീട് മനസ്സിലായി പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപാട് സമയം എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ. കാരണം ഒരു സംശയ അടിസ്ഥാനമാക്കിയിട്ട് ചില ആൾക്കാർക്ക് സസ്പെക്റ്റ് പിടിക്കും. പിടിച്ചിട്ട് അങ്ങർക്ക് ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം ടൈം വേണ്ടെങ്കിൽ ആളെ വിളിക്കും, 5-6 മണിക്കൂർ സംസാരിക്കും, ചോദ്യം ചെയ്യും, വളരെ അൺകംഫർട്ടബിൾ ചോദ്യങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ഇയാൾ കംപ്ലീറ്റ് ഇന്നോസെന്റ് ആയിരിക്കും. പക്ഷേ ഒരു ഭാഗം ഇത് നോക്കണം. ആ പോയിന്റ് ഓഫ് വ്യൂവിലെ ആ ആൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. നിങ്ങൾ പോലീസ് സൈഡ് നോക്കണം. പോലീസൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അങ്ങരുടെ കയ്യിൽ ഒരു മാജിക് വേണ്ടില്ല. പിന്നെ പെട്ടെന്ന് കൊണ്ട് പുള്ളി പറഞ്ഞു ആക്ച്വലി ഉദാഹരണം, ആ മോഡർ സമയത്ത് നിങ്ങൾ അടുത്ത് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തിട്ടില്ലേ? ഇതാണോ ആക്ച്വലി സാധാരണ ഞങ്ങൾ ചോദിക്കാറുണ്ടോ? പുള്ളി പറയും ഞാൻ ചെയ്തിട്ടില്ല. നീ തന്നെ ചെയ്തിട്ട് കാണും, നിങ്ങൾ എന്തിനാണ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദിസ് ഈസ് ആക്ച്വലി എ വേ ടു എലിസിറ്റ് മോർ ഇൻഫർമേഷൻ. പക്ഷേ ആ ആൾക്ക് ഉപദ്രവിച്ചിട്ട് 3rd ഡിഗ്രി ഉപയോഗിച്ചിട്ട് ടോർച്ചർ ചെയ്തിട്ട് അത് ഒരിക്കലും ശരിയല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. യു ആർ സ്റ്റേയിങ് ഇൻ ദ ഗോഡ്സ് ഓൺ കൺട്രി ആൻഡ് ഹിയർ ദ പോലീസ്, നോട്ട് ദാറ്റ് ഐ ലേഡ് ദ പോലീസ്, ഹിയർ ദ പോലീസ് ഈസ് 100% ബെറ്റർ ദാൻ മെനി ഓഫ് ദ സ്റ്റേറ്റ്സ്. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അവർ സാധാരണ രീതിയിൽ വളരെ അപൂർവമായിട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ, എങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ആൾക്ക് കർശനമായിട്ട് ഞങ്ങൾ നടപടി ഓൾസോ എടുക്കാറുണ്ടോ. അങ്ങനെ ഇവിടെ ആക്ച്വലി ഈ 3ാം മുറ മറ്റേ കാര്യങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾ ഒരു കാര്യം ഉണ്ടെങ്കിലും മീഡിയ, സൊസൈറ്റി എല്ലാം കണ്ടെം ചെയ്യും. പക്ഷേ അതുകൊണ്ട് കുറച്ച് ഭയമുണ്ടോ, പോലീസുകാർക്ക് ഭയമുണ്ടോ, ഇതന്നെയാണ് എനിക്ക് ടോർച്ചർ ചെയ്യേണ്ട അതുകൊണ്ടാണ്. പക്ഷെ അതിന് എന്താ ചോദിച്ചാൽ അപ്പോൾ കുറച്ച് സമയം പിടിക്കും. ഞങ്ങൾ ഒരു പോളിഗ്രാഫി ചെയ്യണോ,
ഇയാൾക്ക് പിന്നെ ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യണോ? ഇവർക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിക്കാൻ വേണ്ടി വരും. അപ്പോൾ അതേ സമയത്ത് ഇപ്പോൾ സാർ ടോർച്ചറിനെ പറ്റി പറഞ്ഞു. എന്നാൽ അതുപോലെ തന്നെയാണ് പഠിച്ച കള്ളന്മാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പഠിച്ച ക്രിമിനലുകൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. കണ്ണിൽ നോക്കിയിട്ട് കളവ് പറയും, സാറിനെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഓർമ്മയുണ്ടോ? ഉണ്ടോ? അപ്പോ ഈ നമ്മുടെ സാധാരണത്ത് ഈ നമ്മുടെ ഈ ക്രിമിനൽസ് ഉണ്ടല്ലോ, ഹാർഡ് കോർ ക്രിമിനൽ, ഞാൻ എൻ്റെ ഒരു തിയോറി ആക്ച്വലി ഞാൻ ഒത്തിരി കേസ് അന്വേഷിക്കാൻ സമയത്തെ വലിയ ക്രിമിനൽസ്മാരെ 99% സത്യം പറയും. കാരണം അവർക്ക് അറിയാം അവരുടെ സ്റ്റേറ്റ്മെന്റ് അഡ്മിസിബിൾ അല്ല. തങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമയിൽ കാണുന്നുണ്ടല്ലോ, ഓള് പ്രതിക്ക് പോയി 2 ഇടി നമ്മുടെ ഹീറോ കൊടുത്ത ശേഷം ഇയാളെല്ലാം പറയും. അത് പറഞ്ഞാൽ കേസ് തെളിയിച്ചു. ആക്ച്വലി അങ്ങനെ നിയമപരമായിട്ട് അത് ശരിയല്ല. ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ വൗ ഡു യു ഡു ഇറ്റ്? അപ്പോൾ ഒരു ആളുടെ ആക്ച്വലി ചോദ്യം ചെയ്ത് മനസ്സിലാക്കാൻ സമയത്ത് അത് വെരിഫൈ ചെയ്യണം. ആ ആൾ പറയും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, എൻ്റെ കയ്യിൽ ഞാൻ ആ കത്തി വാങ്ങിച്ചിട്ടില്ല. അതോ കത്തിയുടെ കടയിലേക്ക് പോകണം, പോയിട്ട് ഒന്ന് നോക്കണം വെദർ ഹി ഹാസ് പർച്ചേസ്ഡ് ഇറ്റ് നോട്ട്. ഈ ആളുടെ കയ്യിൽ ഒരു റിസീപ്റ്റ് ഉണ്ടോ? ഇതൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. കാരണം പോലീസിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ ഈസ് കളക്ഷൻ ഓഫ് എവിഡൻസ്. അതുകൊണ്ട് ഇതൊരു വലിയ കോസ്റ്റുള്ള ഡിഫിക്കൾട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ ഈ മിഡിൽ ലെവൽ ക്രിമിനൽസ് ഉണ്ടല്ലോ, എസ്പെഷ്യലി കൊല്ലന്മാരെ, മറ്റേ വീട്ടിലെ പോയി മോഷ്ടിക്കുന്ന ആൾക്കാർ, ആളെ ഓർക്കിൽ സത്യം പറയൂല. ഞാൻ ഒരു ആക്ച്വലി ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് ഒരു പറയാം. എറണാകുളമിൽ ഞാൻ കമ്മീഷനായ സമയത്ത് പണ്ട് ഒരു ആളെ പിടിച്ചു. ഇയാളുടെ പേരാണ് പ്രിൻസ് ആയിരുന്നു. എനിക്ക് ഓർമ്മ, ഇയാളെ ഇപ്പോൾ ഇല്ല ജീവിതത്തിലെ. പ്രിൻസ് ഭയങ്കര കള്ളനായിരുന്നു. കാരണം ഇയാളുടെ ഒരു സ്റ്റൈലാണ് 5 പവനുടെ താര ഉണ്ടെങ്കിൽ ഇയാളെ മോഷ്ടിക്കൂല, അതിന് മേളിലെ മാത്രം മോഷ്ടിക്കും. 5 പവൻ ഉണ്ടെങ്കിൽ ഇയാൾ തന്നെ പറഞ്ഞു, സാറേ അതൊന്നും ഞാൻ എടുക്കാറില്ല. അപ്പോൾ ഒരു വീട്ടിന് 150 ഗ്രാം ആക്ച്വലി 150 സോവറിൻസ് അവർ മോഷ്ടിച്ചു. ഇയാൾക്ക് നമ്മുടെ സ്പെഷ്യൽ സ്ക്വാഡ് ആക്ച്വലി പിടിച്ചിട്ട് അവരുടെ മെയിൻ കാര്യമാണ് നമ്മുടെ സ്വർണം കിട്ടണമല്ലോ. അപ്പോൾ ഇയാൾക്ക് ചോദിച്ചു സ്വർണം എവിടെ? ഇയാളെ നമുക്ക് രാജസ്ഥാനിൽ നോക്ക് എവിടെ തല കൊണ്ടുപോയി, ഒന്നും കിട്ടിയില്ല. ലാസ്റ്റില് അങ്കറുടെ ഒരു ഗേൾഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താ പറയാം, നമുക്ക് ആക്ച്വലി ഒരുപാട് ചെലവുണ്ടായി, പക്ഷെ അതിൽ ലാസ്റ്റിൽ നമുക്ക് കിട്ടി പൈസ. അത് ഒരുപാട് ഞാൻ 92 കാര്യമോ പറയുന്നത്. നമ്മൾ പൊതുവേ ജനങ്ങൾക്കുള്ള ഒരു പ്രശ്നം, നമ്മൾ ഒരു സൈഡിൽ കൂടെ ആദർശം പറയും, മറുവശത്ത് കൂടി നമ്മൾ ഈ ക്രിമിനലുകളെ പിന്തുടരുകയും ഫാസിനേറ്റഡ് ആവുകയും ചെയ്യുന്ന ഒരു സ്വഭാവം കൂടെ നമുക്കുണ്ട്. ഇപ്പം രാം മനോഹർ ലോഹിയുടെ പടം കാണിച്ചാൽ ഇവിടെ പലരും തിരിച്ചറിയില്ല. ടെഡ് ബണ്ടിയെ കാണിച്ചാൽ ചിലപ്പോൾ അപ്പം തിരിച്ചറിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ? പാബ്ലോ എസ്കോബാറിനെ തിരിച്ചറിയും. ദേ ഹാവ് എ ഫാസിനേഷൻ ടുവേർഡ്സ് എ ലോട്ട് ഓഫ് ക്രിമിനൽസ്. വൈ സോ? Because you always feel that I cannot do it, he can do it. ഞാൻ ആക്ച്വലി നിങ്ങൾ വിയറ്റ്നാം കോളനി ഫിലിം കണ്ടിട്ടുണ്ടോ? ശരിക്കും ഇടി കൊടുക്കും, അതോടെ കൈ ഭയങ്കര അടി ഉണ്ടാകും. കാരണം അപ്പോൾ ഞാൻ ഇതിൽ ആക്ച്വലി പോയി മോഹൻലാൽ ശരിക്കും ഇടിക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് ആക്ച്വലി യു സേ ദിറ്റ് ഇസ് ആൻ ഓഫൻസ്. ബട്ട് സിനിമയിലെ ഇങ്ങനെ കണ്ടു. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഇവർക്ക് ഒരു ഹീറോ പോലെ അങ്ങനെ തോന്നി. പക്ഷെ ഞാൻ ഒരു കാര്യം ഞങ്ങൾക്ക് ബാബു പറയാം, കേരളത്തിലെ ആ കൾച്ചർ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലെ മറ്റേ നമ്മുടെ ഏരിയയിലെ ഒരു നല്ല ക്രിമിനൽ ഉണ്ടെങ്കിലേ ഈ ആളൊക്കെ ഒരു ടിക്കറ്റ് കിട്ടും, ഇയാൾ മറ്റേ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആവും, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു ആളോട് കയറി പറയാൻ, ഞാൻ ഒരു ആളെ പിടിച്ചു ബീഹാറിലെ പിടിച്ച ശേഷം പുള്ളി ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആളാണ്, ഞാൻ പേര് പറയുന്നില്ല. ഞാൻ പറഞ്ഞു സാറിൻ്റെ പേരിലേക്ക് എത്ര കേസുണ്ടോ? 34 മർഡർ കേസുണ്ടോ? അത് ശരിയാ. ഞാൻ പറഞ്ഞാൽ ശരിയാ, 34 മർഡർ കേസിലെ ഇതുവരെ എനിക്ക് ഒരു കൺവിക്ഷൻ കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇതായി. ഞാൻ പറഞ്ഞു ശരി സാർ, നമസ്കാരം സാർ. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. as I told you, you are in a very very good society. Here the crime is very less. അപ്പോൾ ഇതിലെ ഒരു സംശയമൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയ തെറ്റ് ഉണ്ടായ ശേഷം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ടോ. മീഡിയ ഈസ് സെൻസിറ്റീവ്, എവറിത്തിങ്. സംടൈംസ് വി ആർ വെരി അൺഹാപ്പി വിത്ത് ദ മീഡിയ, ദാറ്റ് ഹാപ്പൻസ്. ബട്ട് സംടൈംസ് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ടു ദം. അപ്പോൾ നിങ്ങൾ പിന്നെ നമുക്ക് സഹായിച്ചു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാൻ ഇവിടുത്തെ ആക്ച്വലി ഈ ഓഡിയൻസിലെ എൻ്റെ ഒരു വലിയ അടുത്ത സുഹൃത്ത് ആക്ച്വലി സി ഈസ് ഓൾസോ ഹിയർ, അനിത പ്രതാപ്. ഷീ ഈസ് എ ടോപ്പ് നോച്ച് ജേർണലിസ്റ്റ്. അപ്പോൾ വൺസ് അപ്പൺ എ ടൈം when I was in Ernakulam as commissioner, she was the highest paid Indian journalist in India. She is here. അപ്പോൾ അങ്ങർക്ക് ഞാൻ ആക്ച്വലി ചില സമയത്ത് ചോദിക്കും, അങ്ങരുടെ ഐലൻഡ് ഓഫ് ബ്ലഡ് പൈസ ശേഷം അതിൽ കുറച്ച് കാര്യങ്ങൾ ക്രിമിനൽ പാർട്ട് ഓൾസോ ഉണ്ട്, കാരണം LTTയുടെ കാര്യങ്ങൾ പറഞ്ഞ സമയത്തെ. അപ്പോൾ ഞാൻ ചോദിച്ചു, അനിത നിങ്ങൾക്ക് ഇങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലായി? ഒരു സാധാരണ മനസ്സായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, അതാണ് പറഞ്ഞത്. ആക്ച്വലി ദാറ്റ് ഈസ് ആക്ച്വലി ദി ക്വസ്റ്റ്യൻ. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. ഈ നമ്മൾ മലയാളികളെ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്ന ഒരാളാണ് മാർക്കേസ്. മാർക്കേസ് മലയാളിയാണെന്നൊരു തിയറി ഉണ്ട്. അതുപോലെ ബെഹ്റ മലയാളിയാണോ? ഈ റിട്ടയർ ആയിട്ട് എന്താ നാട്ടിൽ പോകാത്ത? ഇവിടെ തന്നെ കൂടുതൽ രഹസ്യം എന്താണ്? മലയാളികളെ ഭയങ്കര ഇഷ്ടമാണോ? അല്ല, നിങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ താമസിച്ചാൽ എന്തെങ്കിലും കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അപ്പോ ഞാൻ ആക്ച്വലി ഇത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. അപ്പോൾ കേരളയുടെ ആക്ച്വലി എല്ലാ പാരാമീറ്റേഴ്സ്, ലിവിങ് പാരാമീറ്റേഴ്സ് ഈസ് ഈക്വൽ ടു യൂറോപ്പ്. സോ വൈ ഷുഡ് ഐ ഗോ സംവെയർ എൽസ്? ഞാനിപ്പോൾ യൂറോപ്പിൽ താമസിക്കുന്ന പോലെ താമസിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ ഒരു ഇത്ര വർഷം ജോലി ചെയ്ത ശേഷം ഒരുപാട് ആൾക്കാരെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. ആൻഡ് വേ ഓഫ് ലൈഫ് ഈസ് സോ കംഫർട്ടബിൾ, ഇറ്റ് കനോട്ട് ബി കമ്പയർഡ് ഇൻ എനി അതർ സ്റ്റേറ്റ്. ട്രസ്റ്റ് മീ, അതുകൊണ്ട് ഞാൻ ഇവിടെ താമസിക്കും. അപ്പോൾ എനിക്ക് പറഞ്ഞ സമയത്തിൽ 3 മിനിറ്റ് സമയം കൂടി ഉണ്ട്, അതുകൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. നമ്മൾ അവസാനം സാറിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പല കേസുകൾ സാർ അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കേസ്, ജീവിതത്തിൽ ഇത്രയും കാലം അന്വേഷിച്ച കേസുകൾ, ഏതെങ്കിലും ഒരു കേസ് അതിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കൊണ്ട് സാറിന് മറക്കാൻ പറ്റാത്ത, ഇമോഷണലായിട്ട് ടച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കേസ് ഉണ്ടോ? ഒരുപാട് കേസുകൾ ഞാൻ ഇമോഷണലി, ഞങ്ങൾ സാധാരണത്ത് ഞാനൊരു സാധാരണ തിയറി പറയാറുണ്ട്, don't get involved or emotionally attached to any case. Every case is actually important and every case you should treat it that way. But ചില സമയത്തെ you get really carried away. ഞാനിവിടെ കണ്ണൂർ SP ആയിരുന്നു. ഒരു ദിവസം ഒരു ആൾ എന്നെ തലശ്ശേരി ASP എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഒരു മകൻ അവരുടെ അമ്മയുടെ നെക്ക് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട്, ഏതോ കേസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, പണ്ടുള്ള കേസ്, അവിടേക്ക് ഇരിക്കുക, ഇങ്ങനെ ആളെ പിടിച്ചിട്ട് ഇങ്ങനെ അവിടെ ഒന്നോ അവരുടെ അടുത്ത് പോലീസ് വാങ്ങി പോയതാണ്. ഞാൻ ആക്ച്വലി പറഞ്ഞ ചെറുപ്പായിരുന്നു, ഞാൻ പോയി, ഞാൻ പറഞ്ഞു ബ്രദർ യു കം ഹിയർ. ഇയാൾ വന്നു, എന്നെ ആ സോഡ് തന്നു. അപ്പോൾ കരഞ്ഞിട്ട ശേഷം എനിക്ക് ഭയങ്കര ആക്ച്വലി ഞാൻ കുറച്ച് കരഞ്ഞിട്ട് മനസ്സിലായി ഇയാളുടെ ആക്ച്വലി മെൻ്റൽ പ്രോബ്ലം ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തു. കാരണം എനിക്കൊരു ടച്ച് ചെയ്തു, കാരണം ഒരു അമ്മയ്ക്ക് ഒരു ഇങ്ങനെ ഞാൻ ജീവിതത്തിൽ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ചിലപ്പോൾ അതാണ്. പക്ഷേ ദി ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് വാട്ട് ഐ റിയലി ലവ് when the case is not actually nobody knows who has done it. ആരാ കുറ്റ ചെയ്തിട്ടുണ്ടോ ആർക്കും അറിയില്ലാത്ത കേസ് എനിക്ക് വന്നാലേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊരു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കേസ് കേരളത്തിലെ പിന്നെ CBIയിലുള്ള സമയത്തെ അതോ ഞങ്ങളോ പല മെത്തഡോളജി യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. ഞാൻ ഒരു ചെറിയ 1 മിനിറ്റിൽ ഞാൻ ഒരു കാര്യം ഒരു കേസ് പറയാം. ഞാനൊരു ആക്ച്വലി ഒരു NRIയുടെ അബ്ഡക്ഷൻ കേസ് അന്വേഷിക്കണമായിരുന്നു. അപ്പോൾ CBIയിലുള്ള സമയത്തെ അപ്പോൾ ഒരുപാട് ആൾക്കാരെ അന്വേഷിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ ആള് എവിടെ പോയി, എന്തായി, 1 വർഷം കഴിഞ്ഞു, ഒന്നും കിട്ടുന്നില്ല. ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആളാണ്. ഈ ആളുടെ ആ കേസ് പ്രൈം മിനിസ്റ്റർ ഓഫീസിലെ ആണോ അവർ ആക്ച്വലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ ആൾക്ക് ആക്ച്വലി അബ്ഡക്റ്റഡ് ആളുടെ കൂടെ ഒരു ആളുണ്ടായിരുന്നു, അങ്ങരുടെ ഒരു സർവൻറ്റ്. ആ സർവൻറ്റ്ക്ക് അവർ വിട്ടായിരുന്നു. ആ സർവൻറ്റ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇത്ര 4 പേരുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ആൾക്ക് ഞാൻ ഒരു ദിവസം ഒത്തിരി പ്രാവശ്യം ഒരു 10th ടൈം ഒരു 11th ടൈം ഞാൻ വിളിച്ചു ചോദിച്ചു, ഒന്നുകൂടി പറ. അപ്പോൾ ഈ ആൾ പറഞ്ഞു അവിടെ അവർ ഒരു ഹിൽ ടോപ്പിൽ പോയ ശേഷം ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പും ഉണ്ടായ സമയത്തെ ആ മറ്റേ കിഡ്നാപ്ഡ് ആളെ പറഞ്ഞു എനിക്കൊരു പേസ് മേക്കർ ഉണ്ടോ, ആ ഭയങ്കര പണപ്പുണ്ടല്ലോ, എനിക്കൊരു ക്വിൽറ്റ് വേണം. അപ്പോ ഒരു കിഡ്നാപ്പർ പോയി ഒരു ക്വിൽറ്റ് കൊണ്ടുവന്ന ശേഷം ഇയാൾക്ക് കിട്ടും. ഞാൻ അവിടെ തന്നെ ഞാൻ പറഞ്ഞു ലുക്ക് നിങ്ങൾ ആ ഏരിയയിൽ നിന്നു
ആ ആളെ പോയിട്ട് തിരിച്ചു വരാൻ എത്ര സമയം? നിങ്ങളോട് വാച്ച് ഉണ്ടായിരുന്നു പറഞ്ഞു, 2 വാച്ച് ഉണ്ടായിരുന്നു. എത്ര സമയം പിടിച്ചു? 45 മിനിറ്റ്സ്. ഞങ്ങൾ പിന്നെ അവിടെ പെട്ടെന്ന് പോയി. 45 മിനിറ്റ്സിലെ ഞങ്ങൾ പോയി വരാൻ ഞങ്ങളുടെ ഒരു മാത്തമെറ്റിക്സ്, ഇറ്റ് ഈസ് മാത്തമെറ്റിക്സ് അപ്പോൾ ഉപയോഗിച്ചു. അപ്പോൾ മനസ്സിലായി ഇത്ര കിലോമീറ്ററിലെ ഉള്ള ആയിരിക്കും. ആ കിലോമീറ്ററിൽ ഒരു സർക്കിൾ ഉണ്ടാക്കി. അതിലൊരു ഓൾമോസ്റ്റ് 55 വീടുകൾ ഉണ്ടായിരുന്നു. 55 വീട് ഞങ്ങൾ സെർച്ച് ചെയ്തു. ഒരു ആള് തന്നെ പറഞ്ഞു, ഓ യെസ്, ആ ആളെ ഒന്നായിരുന്നല്ലോ, ഈ ആൾക്ക് ഞാൻ കൂലിട്ട് കൊടുത്തു. കേസ് തെളിവായി. ഇതാണ് ആക്ച്വലി കേസിന്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ സമയം കഴിയുന്നു. പക്ഷെ ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. സാർ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സുകുമാരക്കുറുപ്പിനെയും ഡോക്ടർ ഓമനെയും ഒന്നും കണ്ടുപിടിക്കാൻ? സുകുമാരക്കുറുപ്പ് ആക്ച്വലി ഉണ്ടായിരുന്നു. അത് സിനിമയിൽ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ആക്ച്വലി എല്ലാ സമയത്തെ കുറച്ച് കേസുകൾ ഇങ്ങനെ ഒന്നുമില്ല. ഇവിടുത്തെ സുകുമാരക്കുറുപ്പ് കേസുണ്ട്, പല സ്റ്റേറ്റുകളുടെ ഇങ്ങനെയൊന്നും 1-2 കേസുകൾ. 1-2 കേസ് തെളിയിച്ചില്ലെങ്കിൽ നല്ലതാണോ? കാരണം എല്ലാ സമയത്തും ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടും, ഒരു മോട്ടിവേഷൻ കിട്ടും. എങ്ങനെ ഞങ്ങൾ അത് എന്തിനാണോ ആക്ച്വലി ഞങ്ങൾ സാധാരണ ഒരു കാര്യം വരാട്ടെ, ഒരു കേസ് തെളിയിച്ച ശേഷം പിന്നെ ഞങ്ങൾ സാധാരണ ഒരു ഡീബ്രീഫിംഗ് സെഷൻ നടത്താറുണ്ട്. എന്തൊക്കെ ലെസൺസ് നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചു, ഈ കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ബാക്കി ഇൻസ്പെക്ടർ ഡിവൈഎസ്പിമാർക്ക് പഠിപ്പിക്കാറുണ്ട് അക്കാഡമിയിലെ എന്തില്. അതൊരു നല്ല പ്രോസസ്സാണ്. ചില കേസുകളിലെ അപാകതകൾ ചിലപ്പോൾ ഉണ്ടാകും. അത് സുകുമാരക്കുറുപ്പ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം അല്ലേ? സാറിന്റെ അടുത്ത് ഇനിയും ഒരുപാട് കെ ലെവലിലേക്ക് കൊണ്ടുവരണോ? സാറിന്റെ അടുത്ത് ഇനിയും ഒരുപാട് കഥകളുണ്ട്. നമുക്ക് അരമണിക്കൂർ സമയം തന്നിട്ടുള്ളൂ. നമുക്ക് അടുത്ത പ്രാവശ്യം ബാക്കി കഥകൾ പറയാം. തൽക്കാലത്തേക്ക് നമുക്ക് വിടവാങ്ങാം. താങ്ക് യു. ടാറ്റ ബൈ ബൈ.